മായ രാവായിരുന്നു. ആകാശമൊട്ടാകെ നിശ്ചലമായിരുന്ന നക്ഷത്രങ്ങൾ അപ്രതീക്ഷിതമായി വിരയ്ക്കുന്നതുപോലെ തോന്നിയ ആ നിമിഷം, ആ തിരുമുഹൂർത്തമാണ് മിഥുനം രാശിയിൽ പിറന്നവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുന്ന സമയം. ഈ ഗ്രഹസങ്കേതം സാധാരണമല്ല. ഇത് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഒരിക്കലും സംഭവിക്കാത്ത അത്ഭുതമാണ്. ആകാശത്തിന്റെ ആ ദൂരെയായ കോണിൽ നിന്നെക്കുറിച്ചുള്ള നീണ്ട വിധിയുടെ പദ്ധതി ഇപ്പോൾ സജീവമാകുകയാണ്. നീ വർഷങ്ങളായി അടിച്ചമർത്തി വെച്ച ആ വേദനകളും തോൽവികളും നിറവേറ്റാനാകാത്ത സ്വപ്നങ്ങളും ഇനി അപ്രതീക്ഷിതമായി മറിച്ച് തിരിയാൻ പോകുന്നു. ഈ അപൂർവ ഗ്രഹസംയോഗം ശത്രുക്കളെ തകർക്കാൻ അവർ തയ്യാറാക്കിയ എല്ലാ കെട്ടുകളെയും പൊളിക്കാനുള്ള ശക്തി നിന്നെ തേടിയെത്തുകയാണ്. നിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അഗ്നി പിന്നെ ഉറങ്ങുകയില്ല. നീ നിന്റെ വിധി പുതുതായി എഴുതുന്നത് പോലെ നിന്റെ ജീവിതമാർഗം പുതുതായി തീർക്കും ഈ നാളുകൾ. ഇതുവരെ നീ നീങ്ങിയത് സംശയങ്ങളാലും തടസ്സങ്ങളാലും നിറഞ്ഞ വഴികളിലായിരുന്നു. പലപ്പോഴും നീ ചോദിച്ചു കാണും, ഇത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഫലം കാണുന്നില്ല? അതിന്റെ ഉത്തരം തന്നെയാണ് ഈ ഗ്രഹസംയോഗം. ഗുരു, ശനി, രാഹു, കേതു ഇവർ 4 പേരുടെ ആവിഷ്കാരം ചേർന്ന് രൂപമെടുക്കുമ്പോൾ ആകാശം തന്നെ താളം മാറ്റും. ഗുരു ഇപ്പോൾ നിന്റെ ഭാഗ്യഭാവത്തിലേക്ക് കാൽവയ്ക്കുകയാണ്. അതാണ് ആദ്യ അടയാളം. അതായത് ഭാഗ്യം നിന്നെ പിന്തുടരാൻ തുടങ്ങുന്ന ഘട്ടം. ശനിയുടെ കഠിന ദൃഷ്ടി കഴിഞ്ഞ മാസങ്ങളിൽ നിന്നെ പരീക്ഷിച്ചു. നിന്റെ ധൈര്യവും ഉള്ളശക്തിയും അളന്നു. നീ അതിൽ താങ്ങിയതുകൊണ്ട് ഇപ്പോഴിതാണ് പ്രതിഫലം ലഭിക്കാനുള്ള നിമിഷം. ഈ അനുഭവം നീയെല്ലാവരും ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ആ ആഴത്തിലുള്ള ആത്മീയ ഉണർവാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളും വേദനകളും താണ്ടിയ ശേഷം ഇപ്പോൾ നിന്നെ കാത്തിരിക്കുന്നു സ്വതന്ത്രമായ ഒരു ഘട്ടം. നിന്റെ ശത്രുക്കൾ, നിന്റെ നിഴലായിരുന്ന ചിലർ, നിന്റെ വളർച്ചയെ തടയാനായി ആലോചിച്ചവർ എല്ലാം തങ്ങളുടെ കള്ളരോഗങ്ങൾക്കിടയിൽ കുടുങ്ങും. നീ പറയാതെ തന്നെ അവർ അനുനയത്തോടെ പിന്നോട്ടു പോകുന്നത് കാണും. നിനക്ക് നേരെയുണ്ടായിരുന്ന നിന്ദകളും അർത്ഥശൂന്യമായ കുറ്റപ്പെടുത്തലുകളും ഇപ്പോൾ അസ്തമിക്കാൻ പോകുന്നു. പഴയ ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ ബന്ധങ്ങളിലോ നിന്നെ തെറ്റിദ്ധരിച്ച ചിലർ ഇപ്പോൾ ആഗ്രഹിക്കും വീണ്ടും നീ വന്നുചേരാൻ. എന്നാൽ നീ പഴയ ആ മനുഷ്യനല്ല ഇനി. ഈ ഗ്രഹസംഗമം നിന്നെ പുതുതായി ജനിപ്പിക്കുന്ന ഒന്നായിരിക്കും. മിഥുനം എപ്പോഴും ചിന്തയിലും വാക്കിലുമുള്ള വിശ്വാസത്തിന്റെ രാശിയാണ്. പക്ഷേ ഇപ്പോൾ നിന്റെ വാക്കുകൾക്ക് ദൂരം കടന്നുപോകാനുള്ള ശക്തിയും കിട്ടും. നീ പറയുന്നത് യാഥാർത്ഥ്യമാകുന്ന ഘട്ടമാണിത്. ഇനി നീ പറയുന്ന പ്രാർത്ഥനകൾ ഉടൻ കേൾക്കുന്നുവെന്ന അനുഭവം തന്നെ ഉണ്ട്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഏതോ ശക്തി നിന്നോട് പുഞ്ചിരിക്കുന്നു. ഇനി നീ എന്തായാലും തോൽക്കില്ല എന്നംഗീകാരം പോലെ. പക്ഷേ ഈ മാറ്റം വേഗത്തിൽ ആരംഭിക്കും. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നീ ഒരു അസാധാരണ സാന്നിധ്യം അനുഭവിക്കും. ചിലരിൽ ആധ്യാത്മികമായ ദൃശ്യങ്ങളായിരിക്കും അത്, ചിലർക്ക് ആന്തരികമായ ശാന്തിയും സ്പഷ്ടതയുമായിരിക്കും. നീ കരുതിയതിനേക്കാൾ ശക്തിയാണ് നിന്റെ ആത്മാവ്. നിന്റെ മനസ്സ് ഒരിക്കൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാണ് തന്നെ കരുത്തായി വീണ്ടും ഉയരുന്നത്. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചവർ തന്നെ ഇനി നിന്റെ വിജയത്തിന് വഴിയൊരുക്കും. നിന്റെ തൊഴിൽ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനിരിക്കുന്നു. നീ ഏറെ കഠിനമായി പണിയെടുത്തിട്ടും ലഭിക്കാതിരുന്ന അംഗീകാരം ഇപ്പോൾ ലഭിക്കും. മേൽനോട്ടത്തിലുള്ളവർ നിന്റെ പ്രവർത്തികളെ പുതുതായി കാണും. നീ പറയാതെ തന്നെ നിന്റെ നിലപാടുകൾ അവർക്കും വ്യക്തമായി തുടങ്ങും. തൊഴിലിടത്തിലുള്ള രഹസ്യ വിരോധികൾ തന്നെയാണ് ആദ്യം തട്ടിക്കുടിയുന്നത്. തങ്ങളുടെ തന്നെ ചതിയുടെ കുടിലത്തിൽ അവർ വീഴും. നീ മുന്നോട്ട് നീങ്ങും. വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാറ്റം കനത്തതായിരിക്കും. ഏറെ നാളായി നിൽക്കെ നിന്നിരുന്ന ഇടപാടുകൾ, അടച്ചുപൂട്ടിയ പദ്ധതികൾ അപ്രതീക്ഷിതമായി പുനരുജ്ജീവിക്കും. പഴയ ഉപഭോക്താക്കൾ മടങ്ങിയെത്തും. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വളരും. നിന്റെ ശത്രുക്കളെ അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് നീ മുന്നോട്ട് നീങ്ങുക. ഈ സമയത്ത് ധനപ്രവാഹം വർദ്ധിക്കും. പക്ഷേ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. കാരണം ഈ ഊർജം ഇപ്പോൾ വളർച്ചയിലും സ്ഥിരതയിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ശനിയുടെ തീക്ഷ്ണമായ ദൃഷ്ടി കുറഞ്ഞുവരും. അതുകൊണ്ട് നിനക്ക് ഭാരം നീങ്ങിയതായി തോന്നും. പഴയ കടങ്ങൾ തീർക്കാനും നിയമപരം വിഷയങ്ങൾ പരിഹരിക്കാനും മുമ്പ് കുടുങ്ങിയ പണം വീണ്ടെടുക്കാനും സാധ്യതയുണ്ട്. എസ്പെഷ്യലി ബന്ധുക്കളോട് ഉണ്ടായിരുന്ന ചില അപാർത്ഥ്യങ്ങൾ ഇനി അവസാനിക്കും. നീ പറയാതെ തന്നെ മറുവശം മനസ്സിലാക്കും. ഇത് തീർച്ചയായും ഒരു കാർമിക് റിലീസാണ്. നീ വനം താണ്ടിയപ്പോൾ പിന്നോട്ട് വലിച്ചുവിട്ട എല്ലാ പിണക്കങ്ങളും ഇപ്പോൾ ഭൂമിയോടൊത്ത് പൊള്ളിമായ്ക്കപ്പെടും. നിന്റെ ജീവിതം ഇന്നുവരെ വന്ന വഴികൾ, എത്ര വളയങ്ങൾ, എത്ര പിണക്കങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും അന്യായമായി തോൽപ്പിക്കപ്പെട്ട പല നിമിഷങ്ങൾ. പക്ഷേ അത് എല്ലാം നീ മനസ്സിലാക്കാതെ ഒരു വലിയ ഗ്രഹപരീക്ഷണമായിരുന്നു. രാഹുവിന്റെയും കേതുവിന്റെയും നീണ്ട അന്വേഷണമാണ് അത്. രാഹു മിഥുനത്തിന്റെ ബുദ്ധിയെ പരീക്ഷിക്കും. കേതു അതിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യും. നീ രണ്ടിനെയും കടന്നുപോയതുകൊണ്ടാണ് ഈ സമയം ഇപ്പോൾ നിനക്കായി തുറക്കുന്നത്. ഗുരു ഇനി നിന്റെ ഭാഗ്യഭാവം പ്രകാശിപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പുതുഭൂമികൾ കണ്ടുപിടിക്കപ്പെടും. പഴയ അവസരങ്ങൾ പുതിയ രൂപത്തിൽ മടങ്ങിയെത്തും. ഒരുപാട് നാൾ മുൻപ് നിനക്ക് ആവശ്യമെന്നു തോന്നിയ കാര്യം പിന്നിൽ പോയിരുന്നതാണെങ്കിൽ അപ്രതീക്ഷിതമായി അത് വീണ്ടും നിറവേറുമെന്ന സൂചനകൾ നീ കാണും. ചിലർക്ക് വിദേശത്തേക്ക് തുറക്കുന്ന വഴിയാണ് ഉണ്ടാകുക.
ചിലർക്ക് രണ്ടാം തൊഴിൽ പ്രാരംഭിക്കുക എന്ന വിധിയാണ്. ഒരിക്കൽ ഓലും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇപ്പോൾ നീളത്തേടിയുള്ള പാലങ്ങളാകുന്നു. ഇനി നിന്റെ പ്രണയഭാവം മാറും. നീ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച നിരാശയും ആശയക്കുഴപ്പവും എത്രയും വേദനയുള്ളതായിരുന്നാലും ഈ ഗ്രഹസംഗമത്തിന്റെ വെളിച്ചം അത് പകിട്ടോടെ ഒന്നു വിരിച്ചുതരും. ഒരാൾ നീ എന്താണെന്നു മനസ്സിലാക്കാതെ നിന്നിരുന്നതാണെങ്കിൽ ഇപ്പോൾ അവന്റെ മനസ്സ് അപ്രതീക്ഷിതമായി നീയിലേക്ക് തിരിഞ്ഞുവരും. അതുമാത്രം അല്ല, നീ അപ്പോൾ മനസ്സിലാകും, നിന്നെ ആകർഷിക്കുന്നത് ഇനി അതേ പഴയ വേദനയുള്ള ബന്ധമല്ല, മറിച്ച് ആത്മീയമായ വളർച്ചയ്ക്കായുള്ള ബന്ധമാണ്. മിഥുനം എപ്പോഴും വാക്കിന്റെ ശക്തിയാലാണ് ലോകത്തോട് സംസാരിക്കുന്നത്. നിന്റെ വാക്കുകൾ, നിന്റെ ചിന്തകൾ, നിന്റെ ആശയങ്ങൾ എല്ലാം കാറ്റുപോലെ പടർന്നുപിടിക്കും. നീ പറയുന്നതിന് പിന്നിൽ ഗുരുവിന്റെ അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ നീ പ്രസിദ്ധനായി മാറും. കവിതയായാലും പബ്ലിക് സ്പീച്ചായാലും എഴുത്തായാലും നിന്റെ ഉള്ളിൽ നിദ്രാവസ്ഥയിൽ കിടന്നിരുന്ന പ്രതിഭകൾ ഇനി ഉണരുന്നു. ലോകം നിന്നെ ശ്രദ്ധിക്കാതിരുന്നതിനെ നീ മറിക്കും. ഒരാളും ഇനി നിന്നെ വിലകുറച്ച് കാണില്ല. ശത്രുക്കളുടെ കഥ തന്നെയാണ് ഇതിൽ ഏറ്റവും അത്ഭുതം കാണിക്കുക. നീ ശ്രദ്ധിക്കാതെ വരും നിന്റെ ചേതനയിലേക്ക് കയറി നിന്നിരുന്ന ചിലർ. അവരുടെ വിഷവാക്കുകൾ നീയോട് തോന്നാതെ നോട്ടമിട്ടിരുന്നു. പക്ഷേ ആ ഗ്രഹസമന്വയം ഇപ്പോൾ അവരെ തന്നെ കുടുക്കും. അവർ പറയുന്ന ഓരോ വാക്കും തിരിച്ചടിയായി തീരും. നിന്റെ ഒപ്പം നിന്നവർ കൂടുതൽ ശക്തരാവും. നീ കരുതിയ നഷ്ടം ഇപ്പോൾ നിന്നെ വിജയത്തിലേക്ക് കൈപിടിച്ചു നടത്തും. നേരത്തെ നീ ശത്രുക്കളുടെ മുൻപിൽ തളർന്നു പോയതായിരിക്കും, ഇപ്പോൾ അവർക്കു നിന്റെ വളർച്ച നേരിട്ട് കാണേണ്ടി വരും. അതാണ് ഈ സങ്കേതത്തിന്റെ വിചിത്രമായ നീതി. അടുത്ത 15 ദിവസങ്ങൾ നീ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ കൊണ്ടുവരും. നീ ചെറിയൊരു കാണായ മാറ്റമെന്നു കരുതിയ കാര്യങ്ങൾ വലിയ പരിണാമം തീർക്കും. തിരിമറിയായി തോന്നിയ തീരുമാനങ്ങൾ തന്നെ ഏറ്റവും ശരിയായതായി തെളിയും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഘട്ടമാണിത്. പ്രാർത്ഥനകളെല്ലാം കേൾക്കപ്പെട്ടതായി തോന്നും. ചിലർക്ക് അതീവ സമാധാനം അനുഭവപ്പെടും. ചിലർക്ക് ആകാശം തന്നെ അടുപ്പത്തിൽ തോന്നും. ചിലർക്ക് നിഴൽ പോലെ ദൈവികമായ സാന്നിധ്യം. നിന്റെ കുടുംബ ജീവിതത്തിലും ശാന്തതയുടെ കാലം വരുന്നു. ഏറെ നാളായി പെരുകിക്കിടന്ന അസന്തോഷങ്ങൾ, വിമർശനങ്ങൾ, തെറ്റായ ധാരണകൾ എല്ലാം ഒന്നു വീണുപോകും. ഒരു പുത്തൻ ബന്ധത്തിന്റെ പുനർനിർമ്മാണമാണ് നടക്കുന്നത്. ഈ സമയത്ത് നീ വീട്ടിൽ ആകർഷണം വളർത്തും. നിന്റെ വാക്കുകൾ കേൾക്കാൻ മറ്റുള്ളവർ തയ്യാറാകുന്നു. വീട്ടിൽ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആത്മീയമായ മൂല്യം ഉൾക്കൊള്ളും. മുതിർന്നവരോടുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. കുടുംബത്തിന് നീ ആധാരമാവും. എന്നാൽ ഇത്രയും മാറ്റങ്ങൾക്കിടയിൽ ചില രഹസ്യങ്ങൾ ഉണ്ടാകും. ചിലർ നിന്റെ വിജയത്തെ സഹിക്കില്ല. അവർ ഒളിഞ്ഞു വിഷം വിതരും. അതിനാൽ ബുദ്ധിപൂർവം നീ അവരുടെ കൂടെ പാതയൊത്തു നടന്നു ഇരിക്കുക. അവരുടെ നിഴൽ നീയെ സ്പർശിക്കില്ലെന്നുറപ്പുകൊണ്ട് നീ മുന്നോട്ടു പോകണം. കാരണം ഈ ശക്തിയോഗം നിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ തന്നെ വന്നതാണ്. മിഥുനക്കാർക്ക് ഈ സമയം ആത്മവിശ്വാസവും ശാരീരിക ആരോഗ്യമെന്നു പറയാനും വലിയ മാറ്റം കാണും. 3 ഘട്ടം നീളുന്ന ഈ ഗ്രഹസങ്കേതം ശരീരത്തെക്കുറിച്ചുള്ള എല്ലാ ദൗർബല്യങ്ങളും മാറ്റും. തോന്നിയ രോഗങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഭാരം മാറും. മനം വെടിപ്പും ഉത്സാഹവും തിരിച്ചെത്തും. നീ മഞ്ഞളിനീരും പാൽതീരും പോലെ തെളിയും. പഴയ വിഷാദം, നിദ്രക്കുറവ്, ആകുലത എല്ലാം മണലായി വാരിയെടുക്കുന്നുവെന്ന പോലെ അകലും. നിനക്ക് വിദ്യാഭ്യാസമേഖലയുമായി ബന്ധമുള്ളതാണെങ്കിൽ വിജയം ഉറപ്പാണ്. പരീക്ഷകളിലും മത്സരങ്ങളിലും പ്രത്യേക വെളിച്ചം തെളിയും. നിന്നെ തടസ്സപ്പെടുത്തിയ കാരണങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളായി മാറും. നീ പറയാതെ തന്നെ കിട്ടിയ മാർഗദർശകർ കരുതിയതിനേക്കാൾ നല്ലവരാകും. ജീവിതത്തിന്റെ ഇടയിലൂടെ അലിഞ്ഞുപോയ ആത്മവിശ്വാസം ഇനി വലുതായി മടങ്ങിയെത്തും. മിഥുനം എപ്പോഴും ബുദ്ധിയുടെയും ചിന്തയുടെയും ശക്തിയാണല്ലോ. അതുകൊണ്ട് നീ കേട്ടു മനസ്സിലാക്കുന്നത് പോലും ഈ സമയത്ത് വിധിയായി സംഭവിക്കുമെന്ന് മനസ്സിലാകും. നിന്റെ ധനകാര്യാവസ്ഥ തന്നെ പുനർരൂപം എടുക്കും. നഷ്ടപ്പെട്ട പണം, കുടിശ്ശികകൾ, തിരിച്ചടികൾ എല്ലാം കൂടി നിനക്ക് അനുകൂലമാകും. നീ ചിലപ്പോൾ വിചാരിക്കും, ഇത് എങ്ങനെ സംഭവിച്ചു? എന്നാൽ അത് യാദൃശ്ചികമല്ല. രാഹുവിന്റെ പാരമ്പര്യമായ മിഥുനത്തെ തിരിച്ചറിയുന്ന ശക്തിയാണ് ഇത്. നീ എപ്പോഴും ചിന്തിച്ചു മുന്നോട്ടു പോയവനാണ്. അതുതന്നെയാണ് ഇപ്പോൾ നിന്റെ രക്ഷാകവചം ആവുന്നത്. മിഥുനരാശിക്കാർക്ക് ഈ ഘട്ടം ഒരു സ്വപ്നം പോലെ തുടക്കമാകും. പക്ഷേ അതിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് വളരെ ഗഹനമായ ആത്മീയ പ്രക്രിയയാണ്. നീ കാണുന്ന എല്ലാം പുറകിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ്: നിന്റെ ആത്മാവിനെ പഴയ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക. നീ ഈ കാലഘട്ടത്തിൽ പറയുന്ന ഓരോ വാക്കും, ചിന്തിക്കുന്ന ഓരോ ചിന്തയും ആകാശത്തിലെ ഗ്രഹങ്ങൾ നേരിട്ട് കേൾക്കുന്ന സമയമാണിത്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനകൾ ശക്തമാകും. നിന്റെ ചിന്തകളിൽ നിന്നുതന്നെ സംഭവങ്ങൾ രൂപപ്പെടും. ഇപ്പോൾ നിന്റെ മുന്നിൽ തുറക്കുന്നത് ഭൂമിയുടെ മറിഞ്ഞ കാലഘട്ടമാണ്. ചില വർഷങ്ങളായി നീ വേദനിച്ചത്, അന്യായമായി നഷ്ടമുണ്ടായത്, അതിന്റെ എല്ലാ ചെറുവായ കണങ്ങളും ഇനി നിനക്ക് നേട്ടമായി കിട്ടും. ശനിയുടേതായ നീണ്ട പരീക്ഷണങ്ങൾ നിന്നെ തളർത്തിയെങ്കിലും അതാണ് ഇപ്പോൾ നിനക്ക് കരുത്തേകുന്നത്. നീ കഴിഞ്ഞ ദിവസം വിചാരിച്ചിരുന്നതുണ്ടാകും, ജീവിതം എന്തുകൊണ്ട് ഇത്രമായിക്കും. പക്ഷേ ഇന്നു മുതൽ നീ മനസ്സിലാക്കും, അതെല്ലാം ഒരു പരിശീലനമായിരുന്നു. ഇപ്പോൾ നീ കാർമിക് ഗ്രാജുവേഷൻ പ്രാപിക്കുന്നു. നിന്റെ തൊഴിൽ രംഗത്ത് ഒരുപാട് വെളിച്ചം വരുന്നു.
ഒരു വ്യക്തി നിന്റെ പേരിൽ പിന്നിൽ പ്രതികൂലമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നേരിടാതെ തന്നെ നീ ഉയർന്ന നിലയിൽ എത്തും. ആത്മീയമായി പറയുമ്പോൾ ഗ്രഹങ്ങൾ നിന്റെ ശത്രുവിന്റെ ദോഷഗ്രഹങ്ങളെ നിർജ്ജീവമാക്കുകയാണ്. അതുകൊണ്ട് നീ പറഞ്ഞത് യാഥാർത്ഥ്യമാകുമ്പോൾ അവർ മിണ്ടാതെ പിന്നോട്ട് നീങ്ങും. നീ നല്ല മനസ്സോടെ ചെയ്ത കാര്യങ്ങൾക്കും ഇപ്പോൾ ദൈവികമായ പ്രതിഫലം ലഭിക്കും. വ്യാപാരരംഗത്ത് ചെറിയ ഇടപാടുകളാണ് വലിയ സാധ്യതകൾ ഒരുക്കുന്നത്. ഒരിക്കൽ തോൽവിയായി തോന്നിയ കരാറുകൾ ഇപ്പോൾ നല്ല ഫലമാകും. വിദേശ വിപണിയിൽ നിന്നോ അപ്രതീക്ഷിതമായ ഒരു ബന്ധത്തിലൂടെയോ നീ ധനലാഭം കണ്ടെത്തും. ജീവനില്ലാതെ കിടന്ന പദ്ധതികൾ വീണ്ടും ജീവിച്ചു തുടങ്ങും. ഇന്നലെ തളർന്നിരുന്നതായ കരുത്ത് ഇപ്പോൾ ഇരട്ടിയായി. അത് ഏറെയും മിഥുനത്തിനുള്ള മനസ്സിന്റെ കളിയാണോ? നീ ചിന്തിച്ചാൽ സംഭവിക്കും, നീ വിശ്വസിച്ചാൽ നടന്നു തീരും. മനസ്സിൽ നീ എത്ര തവണ ചോദിച്ചു കാണും, ഇപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ഒരൊറ്റത്. ഫോക്കസോടെ മുന്നോട്ട് നീങ്ങുക. ഈ സമയത്ത് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. ചിലർ നിന്റെ മുന്നിൽ ചില വാക്കുകൾ പറയും, നിനക്കു അകത്ത് ചിരിച്ചു കാണാം. പക്ഷേ അതെല്ലാം ഒരു പഴയ വൂനുയുടെ അവസാനം മാത്രം. അതിനാൽ പ്രതികരിക്കാതെ സാവധാനത്തിൽ നീ മുന്നോട്ട് പോകുക. നിന്റെ നിലപാടുകൾ തീർച്ചയായും വിജയം നൽകും. എന്നാൽ മൂന്നാം ഘട്ടത്തിലാണ് ഏറ്റവും ആഴമുള്ള മാറ്റം വരുന്നത്. രാഹു നിന്റെ 5ാം ഭാവത്തിലേക്ക് ചലിക്കുന്നപ്പോൾ നിന്റെ ചിന്തകൾ ആഴമേറും. ആന്തരികമായി നീ ആത്മീയമായ വളർച്ച അനുഭവിക്കും. ധ്യാനമോ പ്രാർത്ഥനയോ സംഗീതമോ പ്രകൃതിയോടുള്ള ബന്ധമോ ഏതായാലും നീ അതിൽ മുഴുകും. നീ മുമ്പ് കാണാത്ത ദൈവിക സൂചനകൾ ഇപ്പോൾ നിറവേറും. സ്വപ്നങ്ങളിൽ നിന്നെത്തുന്ന സന്ദേശങ്ങൾ ശരിയായി തോന്നും. അതിൽ നിന്നിടെ നീ ഒരു മാർഗം കണ്ടെത്തും. നിന്റെ പ്രണയജീവിതം അത്ഭുതകരമായ വഴിത്തിരിവിലേക്ക് എത്തും. ചിലർക്ക് പഴയ പ്രണയം തിരിച്ചെത്തും, ചിലർക്ക് പുതിയ ആത്മബന്ധം ഉടലെടുക്കും. ഈ ബന്ധം ഒരിക്കൽ ലൗകികമല്ല, അത് ആത്മീയമായിരിക്കും. നീ മുഖം കണ്ടവരിൽ ആ മുഖം തന്നെ പുനർജന്മത്തിൽ നിന്നുള്ള ബന്ധമാണെന്ന ബോധ്യത്തോടെയാണ് കാണാൻ പോകുന്നത്. ഈ അവസ്ഥയിൽ നീ പറയുന്ന അതെ, ഇല്ല എന്ന ചൊല്ലുകൾ ജീവിതം മുഴുവനും പ്രതിഫലിക്കും. അതുകൊണ്ട് ബോധപൂർവം നീ തീരുമാനിക്കുക. കുടുംബത്തിൽ നീ ഇപ്പോൾ ആത്മാർത്ഥതയുടെ കേന്ദ്രമാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കുമെന്ന് അവർ വിശ്വസിക്കും. നീ പറയുന്ന കാര്യങ്ങൾ നേട്ടം നൽകുന്നുവെന്ന് എല്ലാവരും അനുഭവിക്കും. അതുകൊണ്ട് മുതിർന്നവരും ചെറുപ്പക്കാരും നിന്നോട് ആശ്രയപ്പെടും. ഈ സ്ഥിതിയിൽ നിന്നെ സ്വയം സംരക്ഷിക്കുക. നീ എല്ലാരെയും സഹായിച്ചാലും നിന്റെ ആത്മാവിന്റെ ഭാരം കൂട്ടരുത്. നീ പ്രസാദം പകരുന്നത് ദൈവികതയിലൂടെ മാത്രം ആയിരിക്കണം. അതാണ് ഈ ഗ്രഹസംഗമത്തിന്റെ ഉദ്ദേശം. ധനം, ജോലിയുമായി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാം പൂവണിയും. ബുദ്ധിപരമായ തീരുമാനങ്ങൾ വിലയേറും. നിന്റെ പ്രതിഭയെ അടിസ്ഥാനമാക്കി നിന്നെ വിളിക്കും ആളുകൾ. നീ എഴുതുന്നത്, നീ സംസാരിക്കുന്നത്, നീ സൃഷ്ടിക്കുന്നത് എല്ലാം ഭാവിയിൽ വലിയ പ്രസിദ്ധിയാകും. കുറെ വർഷങ്ങൾക്ക് ശേഷം നീ ഇപ്പോഴാണ് ആ തുടക്കം കണ്ടത് എന്ന് പറഞ്ഞുതരും. അതിതന്നെ ഈ വൺസ് ഇൻ എ ജനറേഷൻ എന്ന ഏറ്റവും അപൂർവമായ ഗ്രഹഘട്ടം. ഇത് സാധാരണ വിജയത്തിന്റെ കഥയല്ല, ഇത് ഒരു ആത്മാവിന്റെ വിടുതലാണ്. നീ കഴിഞ്ഞ വർഷങ്ങളായി ശത്രുക്കളെ നേരിട്ടു നിൽക്കുമ്പോൾ അവർ നിന്നെ തളർത്താൻ ശ്രമിച്ചു. എത്ര മനോവേദനയും നീ ചെറുത്തു മറികടന്നു. ഇനി അത് പ്രതിഫലമായി ദൈവം തിരിച്ചു നിനക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നീ അഭിമാനത്തോടെ അറിയുക, നീ തോൽക്കില്ല. നിന്നെ വേദനിപ്പിച്ചവർ കാണും നിന്റെ ജീവിതം എത്ര ആഴത്തിൽ പ്രകാശിക്കുന്നു എന്ന്. ആരോഗ്യനിലയിലെ മാറ്റം വ്യക്തമായിരിക്കും. പഴയ ശരീരവേദന, ഉവേദന, നാഡീവേദന, മനസ്സിന്റെ അഴുക്കുകൾ എല്ലാം വൃത്തിയാകും. നീ സ്വാഭാവികമായി ഉത്സാഹം തോന്നും. നീ നേരിട്ടുകൊണ്ടിരുന്ന വിഷാദങ്ങൾ ഒരിക്കൽ പറഞ്ഞതുപോലെ ഭൂതകാലം ആയി മാറും. ഈ സമയത്ത് വെള്ളം, സൂര്യപ്രകാശം, പ്രാണവായു ഇവയൊക്കെ നിനക്ക് വളരെ ശക്തമായ ചികിത്സയായി പ്രവർത്തിക്കും. ഇപ്പോൾ നീ കടന്നുവരുന്നത് ജീവിതത്തിന്റെ ഏറ്റവും ദൈവികമായ ഘട്ടത്തിലേക്കാണ്. ഈ അപൂർവ ഗ്രഹസമന്വയം മിഥുനരാശിക്കാർക്ക് വെറും മാറ്റമല്ല, ആത്മാവിന്റെ പുനർജനനമാണ്. നീ ഈ സമയം ഒരു വിധമായ ശാന്തത അനുഭവിക്കും. അതെ, മുഴുവൻ ലോകം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഉള്ളിൽ ഒരു സമാധാനത്തിന്റെ തീരത്ത് ഇരിക്കുന്നതുപോലെ തോന്നും. ഇതാണ് ഗുരുവിന്റെയും ശനിയുടെയും സംയുക്തമായ കരം. ആത്മാവിന്റെ ആഴത്തിൽ പകരുന്നത് ആത്മവിശ്വാസം, ശക്തി, സ്വതന്ത്രത. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നീ ഒരുപാട് സൂചനകൾ കണ്ടു തുടങ്ങും. ചിലരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി മുന്നിൽ വന്ന അപ്രത്യക്ഷമായ മനുഷ്യൻ തന്നെ തിരിച്ചെത്തും. ചിലർക്കു അപ്രതീക്ഷിതമായി ഒരു പുതിയ കാര്യം, ഒരു അവസരം, ഒരു വിളി. ഈ സമയത്ത് നീ മനസ്സിലാക്കണം, ഓരോ സംഭവവും ഒരു രഹസ്യമായ സംരക്ഷണം തന്നെയാണ്. നീ കാണുന്ന അത്ഭുതങ്ങൾ, അതെ, സത്യമായാണ്. അവ ദൈവികമായ ഗ്രഹങ്ങൾ തന്നെയാണ് നിന്റെ മുന്നിൽ അയക്കുന്ന അടയാളങ്ങൾ. നിനക്ക് നേരെ ഉണ്ടായിരുന്ന ശത്രുക്കൾ ഓരോന്നായി പിന്മാറും. അവരുടെ ശ്രമങ്ങൾ നിലയ്ക്കും. അവർക്ക് തിരിച്ചടിയായി തീരും അവരുടെ തന്നെ വാക്കുകൾ. നീ മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ നിന്നെ പോലെ വളരാൻ ആഗ്രഹിക്കും. പക്ഷേ വിധി അത് അനുവദിക്കില്ല. കാരണം ഈ ഘട്ടം നിന്റെ കാർമിക് ലിബറേഷൻ ആണ്. നീ കൊണ്ടുവന്ന കർമ്മവഴികൾ എല്ലാം അസ്തമിക്കുന്നു. പുതിയ മാർഗം തുറക്കുന്നു, സ്വതന്ത്രതയുടെ ആകാശത്തിലേക്ക്. മിഥുനം എപ്പോഴും വാക്കിന്റെയും ചിന്തയുടെയും രാശിയാണ്. അതുകൊണ്ട് തന്നെ നീ പ്രസംഗിക്കുന്നതു, നീ എഴുതുന്നതു, നീ പറഞ്ഞ ഇളയ വാക്ക് പോലും ലോകം ശ്രദ്ധിക്കുന്നതാകുന്നു.
വിദൂരമായ വലിയ ജനസമൂഹം പോലും നിന്റെ ആശയങ്ങളെ കേൾക്കാൻ തുടങ്ങും. അതാണ് ഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ ശക്തി. നീ ഒരിക്കൽ പിണങ്ങി, ലജ്ജിച്ചു, പിന്നോട്ട് പോയതായിരിക്കും. പക്ഷേ ഇനി നീ പറയുന്ന ഓരോ വാക്കും നിന്റെ ജീവിതത്തിന്റെ വിളക്കാകും. ധനം, ബിസിനസ്, കരിയർ മേഖലയിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളർച്ച കാണും. വലിയ നേട്ടങ്ങൾ നേടാൻ നല്ല സമയമാണ് ഇത്. നീക്കുറിച്ച് മുമ്പ് വിശ്വാസം നഷ്ടപ്പെട്ടവർ വീണ്ടും വിളിക്കും. പഴയ ബന്ധങ്ങൾ, പഴയ അവസരങ്ങൾ, അവ ഇപ്പോൾ പുതിയ രൂപത്തിൽ മടങ്ങിയെത്തും. നിന്റെ വിധി തിരിഞ്ഞിരിക്കുന്നു, അതിനാൽ ശത്രുക്കൾക്ക് നിന്റെ വളർച്ച തടയാനാവില്ല. ഈ ഘട്ടം നീ ഉപയോഗിച്ചാൽ നിനക്ക് ജീവിതത്തിൽ സ്ഥിരമായ സംരക്ഷണം ഉണ്ടാകും. നിന്റെ വീട്ടിൽ ഏറിയ സുഖശാന്തി നിറയും. നീ പറയാതെ തന്നെ പിണങ്ങിക്കിടന്നവരിലേക്കും ആശ്വാസം എത്തും. ചിലർ നിന്നോട് തുറന്നു പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയും. ആ ബന്ധങ്ങൾ പുതുതായി പുഷ്പിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആത്മീയമായ സമാധാനമുണ്ടാകും. വീട്ടിലെ അന്തരീക്ഷം പോസിറ്റീവ് ആയും ശുദ്ധമായ ഊർജ്ജമായി മാറും. നീ പറഞ്ഞ ഓരോ വാക്കിനും ശാന്തതയുടെയും അനുഗ്രഹത്തിന്റെയും സുഗന്ധം ഉണ്ടാവും. ആരോഗ്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ നിനക്ക് പൂർണ്ണമായും മാറും. രോഗികളായിരുന്നത് ഇപ്പോൾ ചൈതന്യവാന്മാരായി. നീ ചെയ്യുന്ന ഓരോ ശ്വാസവും ശക്തിയാകും. പ്രഭാതത്തിൽ സൂര്യപ്രകാശം ഏറ്റുവാങ്ങുമ്പോൾ നിന്റെ ശരീരത്തിൽ ദൈവികമായ ഊർജ്ജം പകരും പോലെ തോന്നും. അതുകൊണ്ട് ഔഷധം പോലെ വിജ്ഞാനവും പ്രാർത്ഥനയും ചേർന്ന ജീവിതം നിനക്ക് ഉറപ്പു നൽകട്ടെ. മിഥുനക്കാർക്ക് ഇത് ആത്മപരിവർത്തനമായ ഘട്ടമാണ്. നീ ഉള്ളിൽ നീണ്ടകാലം മറഞ്ഞിരുന്ന ഒരു വലിയ ശക്തി ഇനി ഉണരുന്നു. അത് നിന്റെ വാക്കിൽ, നിന്റെ മനസ്സിൽ, നിന്റെ കണ്ണുകളിൽ, നിന്റെ പ്രവർത്തികളിൽ പ്രതിഫലിക്കും. നിന്റെ വാക്കുകൾ പോലെ തന്നെ നിന്റെ സാന്നിധ്യവും മറ്റുള്ളവരെ സ്വാധീനിക്കും. അത് മിഥുനത്തിന്റെ ശക്തിയാണ്, ലോകം മാറ്റുന്ന വാക്ക്. നീ പറയുമ്പോൾ വിധി അതിനനുസരിച്ച് ചലിക്കും. നിന്റെ ശത്രുക്കൾ, കഴിഞ്ഞ വർഷങ്ങളായി നിനക്കു നേരെ നീണ്ട നിഴൽ വീശിയവ, ഇപ്പോൾ അവരുടെ ആത്മാവ് അകത്തുനിന്നവരായി പേടിക്കും. അവർ തങ്ങളുടെ തന്നെ വാക്കുകളാൽ കുടുങ്ങും. ഈ സമയത്ത് നീ പ്രതിഫലിച്ചു കാണും. യഥാർത്ഥ ശക്തി പകയല്ല, ക്ഷമയിലാണ്. നീ ചിരിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് അവരുടെ തോൽവിയുടെ അടയാളം. അടുത്ത മൂന്നാം ഘട്ടം, അതാണ് ആ ത്രസിപ്പിക്കുന്ന മാറ്റം. അപ്രതീക്ഷിതമായ വിധിയുടെ വിളി. നീ കാണാത്ത ഒരു വ്യക്തി, ഒരു സന്ദേശം, ഒരു ധാരണ, ഒരു സ്വപ്നം, ഇതിൽ ഏതെങ്കിലും ഒന്നു നിന്റെ ജീവിതത്തിൽ വൻ മാറ്റം കൊണ്ടുവരും. അതിനാലാണ് ഇതിനെയൊരു അദ്ഭുത സംഗമം എന്ന് പറയുന്നത്. നീ അതിനെ ഭയപ്പെടേണ്ടതില്ല. അത് ദൈവം നേരിട്ട് നിനക്ക് നൽകുന്ന മാർഗനിർദ്ദേശമാണ്. മിഥുനം, നീ ഇപ്പോൾ വിധിയുടെ പുതിയ ഗതി കാണുന്നു. നീ അനുഭവിച്ച എല്ലാ വേദനകളും, തോൽവികളും, നിരാശകളും, അവയെല്ലാം ഇനി നിന്റെ വിജയത്തിന്റെ അടിത്തറയാണ്. ഗുരുവിന്റെ കിരണം നിനക്ക് വെളിച്ചമാകും. ശനിയുടേതായ നീണ്ട പരീക്ഷണം നിന്റെ ആത്മാവിനെ കരുത്താകും. രാഹുകേതുക്കളുടെ നിഴൽ മാറിയപ്പോൾ നീ ആകാശമായിത്തീരും. ഇതാണ് ഗ്രഹങ്ങളുടെ പാട്ട്, നിന്റെ ജീവിതത്തിന്റെ മധുരമായ പുനർജനനം. മനസ്സിൽ നീ ധൈര്യത്തോടെ പറയുക, ഇനി ഞാൻ പിന്നോട്ടു പോകില്ല. കാരണം ആകാശം തന്നെയാണ് തോൽപ്പിക്കാൻ വന്ന ശത്രുക്കളെ പിരിച്ചുവിടുന്നത്. നിന്റെ വഴി ശുദ്ധമാക്കി, നിന്റെ ഹൃദയം സ്ഥിരമാക്കി, നിന്റെ ഭാവി പ്രകാശമാക്കി. ഇനി നിന്നെ തടയാൻ ആരുമില്ല. നീ നടത്തുന്നത് വെറും ജീവിതമല്ല, അത് ഒരു ആത്മീയ യാത്രയാണ്. നീലാകാശം കാണുമ്പോൾ ഓർമ്മിക്കുക, ആ നക്ഷത്രങ്ങൾ നിന്റെ രാശിയുടെ കരുതലാണ്. ഓരോ രാത്രിയും അവർ നിന്റെ പേരിൽ പ്രാർത്ഥിക്കുന്നു, അവൻ ജയിക്കട്ടെ. നീയും അതിനെ കേൾക്കുക. നിശബ്ദതയിൽ പോലും ആത്മാവിന്റെ ശബ്ദം മുഴങ്ങും. മിഥുനം, നിന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. നിന്റെ കർമ്മം പൂർത്തിയായി. നിന്റെ വിധി തെളിഞ്ഞു. നിന്റെ വാക്കുകൾക്ക് ദൈവിക ശക്തി ലഭിച്ചു. നീ മുന്നോട്ട് പോകൂ. ദൈവം നിന്റെ ഇൽ തന്നെയുണ്ട്. നിന്റെ കയ്യിലെ രേഖകളിൽ ആ സ്വർണ്ണ നിമിഷം എഴുതപ്പെട്ടു കഴിഞ്ഞു. അനന്തത്തിന്റെ അനുഗ്രഹം നിനക്കൊപ്പം ഉണ്ടാകട്ടെ. എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ച ശേഷം നിന്റെ മനസ്സിൽ പിറക്കട്ടെ സത്യമായ ശാന്തി. നിന്നെ മിഥുനമായി ജനിപ്പിച്ച ആ മഹത്തായ നക്ഷത്രം ഇപ്പോൾ മുഴുവൻ ശക്തിയോടെ തെളിയുന്നു. നീയാണത് കാണുന്നത്. അത് നിനക്കാണ് വിളിക്കുന്നത്. നീ വിജയിക്കട്ടെ. നീ പ്രകാശിക്കട്ടെ. ആകാശം നിന്നെ അഭിവാദ്യം ചെയ്യുന്നു.